മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉണ്ണിയും കരുണയും കൂടെ ചേർന്നിട്ട് അത് പ്രതാപൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരുന്നത് തന്നെ അയ്യപ്പ വിഗ്രഹം. അയ്യപ്പ വിഗ്രഹമാണെങ്കിലും മുത്തശ്ശിയും പ്രതാപനും കൂടെയാണ് കൊണ്ട് കളയാൻ വേണ്ടി പോയത്. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു ലോറി വന്ന് അവരെ ഇടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണ് ഉണ്ടായത്. പിറ്റേന്ന് രാവിലെ തന്നെയാണ് ഈ ഒരു വിവരം കരുണ അറിയുന്നത്. കരുണ അറിഞ്ഞതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ണിയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് ഉണ്ടായത് തന്നെ. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, എന്താ പറ്റിയത്, എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല മകനെ, വണ്ടി വന്ന് ഞങ്ങളെ ഇടിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അയ്യപ്പ വിഗ്രഹം അവളുടെ കയ്യിലേക്ക് എത്തിയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നീട് ഒരാൾ വന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ഒന്നും മനസ്സിലായതേ ഇല്ല. പക്ഷേങ്കിൽ അയ്യപ്പ വിഗ്രഹം തൊട്ട് കളിക്കേണ്ടെന്ന് മോൻ പറഞ്ഞത് നല്ലതായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങളായിരുന്നു അത് കേൾക്കാതിരുന്നതെന്നൊക്കെ ഉണ്ണിയെ നോക്കി പ്രതാപൻ പറയുന്നുണ്ട്. മോൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടാവില്ല എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അച്ഛാ, അയ്യപ്പ വിഗ്രഹം അവളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അവൾ വിഷമിക്കുമെന്ന് വെച്ച് നമ്മളാണ് ഇപ്പോൾ വിഷമിക്കുന്നത് തന്നെ. അച്ഛന് ഈ അവസ്ഥയിലായതിൽ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ടെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. അപ്പോൾ കരുണയാണെങ്കിൽ മറുവശത്തിരുന്ന് പറയുന്നുണ്ട്, അങ്ങനെ വിട്ടാലൊന്നും ശരിയാവില്ല. അവളുടെ മേത്തെന്താ ബാധ വല്ലതും കൂടിയിട്ടുണ്ടോ? എന്തായാലും ഞാൻ വീട്ടിലോട്ടൊന്ന് പോട്ടെ, എല്ലാത്തിനും അവൾക്ക് കണക്കിന് കൊടുക്കണം. അവളെ എങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളുടെ ഒരു അയ്യപ്പ വിഗ്രഹം എന്ന് പറഞ്ഞ് അയ്യപ്പ വിഗ്രഹത്തെ പുച്ഛിക്കുകയാണ് നമ്മുടെ കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് കരുണയോടാണെങ്കിൽ, നീ എന്തായാലും ഇപ്പോൾ വീട്ടിലോട്ട് ചെല്ലുക, എന്നതിന് ശേഷം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ആദ്യം ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ, എനിക്കാണെങ്കിൽ തീരെ വയ്യ, എന്തായാലും മോൾ ഇവിടെ നിൽക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, കാരണം അച്ഛനെയും മുത്തശ്ശിയും നോക്കാൻ ഞാനെങ്കിലേ ഉള്ളൂ, വേറെ ആരും നോക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ മോഹിനി വന്നോളും, മോഹിനിയെ ഞങ്ങൾ വിളിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട്. കരുണയോട് പറയുന്നുണ്ട്, എന്നാലും എൻ്റെ കുഞ്ഞ് ഒന്ന് സൂക്ഷിക്കണം, കാരണം എൻ്റെ മോൾക്ക് ഇനി ഒരാപത്ത് വരാൻ പാടില്ല, കാരണം അവളോട് കളിച്ചാൽ എല്ലാവർക്കും തിരിച്ചടികൾ മാത്രമേ കിട്ടുമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ മോളെ. അതുകൊണ്ട് തന്നെ മോളാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവളോട് കളിക്കുമ്പോൾ വളരെയധികം തന്നെ സൂക്ഷിക്കണം, ഉണ്ണിമോ പറയുന്നതൊക്കെ എൻ്റെ മോള് കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കരുണയോടാണെങ്കിൽ. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ശരി അച്ഛാ, എല്ലാം ഞാൻ കേട്ടോളാം, എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കരുണയാണെങ്കിൽ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അപ്പം മോഹിനിയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പം മോഹിനിയോട് ഉണ്ണിയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല, ആരും സംസാരിക്കുന്നൊന്നുമില്ല. അപ്പം മോഹിനിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്താ അച്ഛനും മോൾക്കൊന്നും കിട്ടിയതൊന്നും മതിയായില്ലേ, ഇനിയെങ്കിലും അവരെ വെറുതെ വിടുക, അവർക്ക് തിരിച്ചടി കൊടുക്കാൻ നിന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടി കിട്ടുകയുള്ളൂ, കാരണം അവർ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്. അത് നിങ്ങൾക്ക് അച്ഛനും മോൾക്കൊന്നും ഇപ്പം മനസ്സിലായില്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ ഒരുപാട് തിരിച്ചടികൾ കിട്ടും, അപ്പം മനസ്സിലായിക്കോളും എന്നൊക്കെ മോഹിനി പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനം പറയുന്നുണ്ട്, എടി ശവത്തിൽ കുത്താതെ ഞാനിവിടെ ചാവാൻ കിടക്കുമ്പോഴും അവളുടെ ഒരു മോളുടെ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ വല്ലതും എടുത്ത് കഴിക്കാൻ വേണ്ടി താടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങളൊന്നും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല, അത് നിങ്ങളുടെ മകളോട് പറഞ്ഞേക്ക്, തീർച്ചയായിട്ടും അവൾക്ക് തിരിച്ചടി കൊടുത്തിരിക്കും ഈ കരുണ, അല്ലെങ്കിൽ ഞാൻ പ്രതാപൻ്റെ മകളല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് കരുണയുടെ വാക്ക് തർക്കം അവിടെ ഉണ്ടാകുന്നത് തന്നെ. അപ്പം കരുണയോട് പ്രതാപൻ പറയുന്നത്, മോൾ എന്തായാലും വീട്ടിലോട്ട് ചെല്ല്, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, മോൾ എന്തായാലും വീട്ടിലോട്ട് ചെല്ല്, അച്ഛൻ എഴുന്നേറ്റിട്ട് എല്ലാം നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നതിന് ശേഷമാണെങ്കിൽ പ്രതാപനാണെങ്കിൽ അവിടെ വീൽ ചെയറിൽ കിടക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ, ആശുപത്രി കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ നമ്മുടെ ദുർഗയെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയോട് ദുർഗ പറയുന്നുണ്ട്, അപ്പോഴേ ഞങ്ങൾ പറഞ്ഞതല്ലേ അമ്മേ, ഈ ഒരു പണിക്കൊന്നും ഇറങ്ങണ്ട, അമ്മയും ഇവളും കേൾക്കാഞ്ഞിട്ടല്ലേ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നതെന്നൊക്കെ ദുർഗയോട് ഉണ്ണി ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ അയ്യപ്പ വിഗ്രഹം എവിടെ നിന്നാണോ അവരെടുത്തത് അവിടെ നിന്ന് തന്നെ അവർ പുതിയൊരാളും കൂടെ ഇപ്പം മഹാലക്ഷ്മി സീരിയലിലോട്ട് എത്തുന്നുണ്ട്. അയാളും കൂടെ അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അയാൾ ഒരു അയ്യപ്പനാവാം ചിലപ്പം, അതൊന്നും കാണിച്ചിട്ടില്ല, അതൊരു ട്വിസ്റ്റായിട്ട് തന്നെയായിരിക്കും നമുക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് തന്നെ. അങ്ങനെ അയ്യപ്പ വിഗ്രഹം അവിടെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ അയ്യപ്പ വിഗ്രഹം എത്തേണ്ട സ്ഥലത്ത് എത്തുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കാലത്ത് നോക്കുമ്പം അയ്യപ്പ വിഗ്രഹം അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിക്ക് സന്തോഷം തന്നെയാണ് ഉണ്ടായത് തന്നെ. പക്ഷെങ്കിൽ മഹാലക്ഷ്മിക്ക് അറിയാമായിരുന്നു അയ്യപ്പ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് നോക്കുമ്പോൾ മഹാലക്ഷ്മി അയ്യപ്പ വിഗ്രഹമാണ് കാണുന്നത് തന്നെ. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, എന്താടോ തൻ്റെ അയ്യപ്പ വിഗ്രഹം വീണ്ടും അവിടെ തന്നെ വന്നെത്തിയല്ലോ. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതേ കണ്ണേട്ടാ, എൻ്റെ അയ്യപ്പൻ എന്നെ വിട്ട് അങ്ങനെയൊന്നും പോവില്ല എന്നൊക്കെ മഹാലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടുകൂടെ കണ്ണനോട് ഇങ്ങനെ പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ. അതിനുശേഷം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് വളരെയധികം തന്നെ ശരിയാണ് മഹാലക്ഷ്മി എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. കാരണം നിൻ്റെ അയ്യപ്പ സ്വാമിക്ക് അത്രയേറെ ശക്തിയുള്ളത് കൊണ്ടാണ് ശത്രുക്കളെല്ലാം ഓരോന്നായി ഇങ്ങനെ ഇല്ലാതാക്കുകയും നിന്നെ വിജയിപ്പിക്കുകയും എപ്പോഴും ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കണ്ണൻ്റെ പിറന്നാൾ ദിനം തന്നെ ആയതുകൊണ്ട് തന്നെ അവർ വൈദ്യൻ്റെ അരികിലേക്കാണ് പോകുന്നത്.
അങ്ങനെ തോമസ് ഇതിന് പറയുന്നുണ്ട്, എന്താടാ കണ്ണ, പിറന്നാൾ ദിനമായിട്ട് ആഘോഷങ്ങളൊന്നുമില്ലേ? അപ്പോൾ കണ്ണൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ എഴുന്നേറ്റ് നടക്കട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ നല്ലൊരു ഗംഭീര പാർട്ടി തന്നെ ഞാൻ ഒരുക്കുന്നതായിരിക്കും എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതേ തോമസ് സാറേ, എല്ലാ ചിലവും എൻ്റെ വകയായിരിക്കും എൻ്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നാൽ. അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ മലയ്ക്ക് പോകാൻ നേരത്ത് തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്ന് മഹാലക്ഷ്മിക്ക് തോമസ് ഫാദർ വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.